പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. നാം എല്ലാവരും ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചിലരെല്ലാം അതിനായി പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും നാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയമായി വളരാൻ കഴിയാത്തത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവസ്വരം കേൾക്കുവാനോ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാനോ നാം ശ്രമിക്കാത്തത് കൊണ്ടാണ് ആത്മീയരായി വളരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതും ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയാണ്, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. മാമോദീസായിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നാം ഉജ്ജ്വലിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ നിത്യസഹായകനും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നവനും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നവനും ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ഓർമ്മിപ്പിച്ച് തരുന്ന നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് കഴിയുകയില്ല. ആത്മാവിൻ്റെ പ്രേരണകൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും വചനവായനയും ധ്യാനത്തിലൂടെയും അനുരഞ്ജന കൂദാശകളിലൂടെയും ഏറ്റവും ഉപരിയായി വിശുദ്ധ കുർബാനയിലൂടെയുമാണ് നമുക്ക് പാപങ്ങളെ മോചിപ്പിക്കുവാനും നമ്മുടെ ഹൃദയത്തിലെ പാപമാലിന്യങ്ങളെ ഉപേക്ഷിക്കുവാനും ദൈവസ്വരം കേൾക്കുവാനും നമുക്ക് സാധിക്കുന്നത്. നാം നമ്മുടെ ഇഷ്ടങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അഹങ്കാര ചിന്തയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. നാം സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് കഴിയാതെ പോകുന്നു. നാം നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുമ്പോഴാണ് ദൈവസ്വരം നമുക്ക് കഴിയുക. യെശയ്യാ 30:21 തിരുവചനം പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം ശ്രവിക്കും, ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും. ഈ ആത്മാവിന് വേണ്ടിയാണ് നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധിയിലും എളിമയിലും നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിച്ചാൽ ധാരാളമായി പരിശുദ്ധാത്മാവിനെ തരുന്നവനാണ് നമ്മുടെ ദൈവം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.